ഇതാ കണ്ട ഈ ചേച്ചിയുടെ കയ്യിലിരിക്കണത് എന്താന്ന് മനസ്സിലായ? ഞാൻ പറയണില്ല കേട്ടാ, നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോ. ഭയങ്കരമായിട്ട് ആസ്വദിച്ചാണ് കേട്ടോ അവർ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ച എന്താ പറയുക, കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അവർ വട്ടം കൂടിയിരുന്ന് ഇങ്ങനെ ഈ സംഭവം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചേച്ചി അവിടെ നിന്ന് സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കണ സംഭവം എന്താണെന്ന് മനസ്സിലായ മക്കളെ? നമ്മളൊക്കെ പേടിക്കുന്ന തേളാണ് കേട്ടോ. വെറും തേളല്ല, കരിന്തേള്. ചെറിയൊരു എന്താ പറയുക ഇഷ്ടമില്ലായ്മയോട് കൂടിയിട്ട് അവർ സംഭവം അങ്ങോട്ട് കഴിച്ചിട്ടുണ്ട്. ഒരു ചേച്ചി അയ്യോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ദേ അവിടെ നിന്ന് തിരിഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അവിടെ സാമ്പിൾ ഇതേ കുറേ നേരമായിട്ട് ആ ചേച്ചി ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടു നിന്ന് കഴിഞ്ഞപ്പോൾ ഞാനും ഒന്നും നോക്കിയില്ല. ഞാനും മേടിച്ചൊരു കഷ്ണം ഒരു പുഴുവിനെ ഞാനും കഴിച്ചു. എൻ്റെ പൊന്ന് എന്താ ടേസ്റ്റ് എന്നറിയോ? എബിയും കഴിച്ചു. എന്നിട്ട് എബി പറഞ്ഞു എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. ഒന്നും അറിയാത്ത പോലെ നിൽക്കണ കണ്ട. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ എന്താ പറയുക, നടുകഷ്ണം കഴിക്കണം എന്നല്ല പറയുക. തായ്ലൻഡിലെ മിക്ക മാർക്കറ്റുകളിലും പോയാൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മളൊക്കെ പേടിക്കുന്ന എന്താ പറയുക, അല്ലെങ്കിൽ അറപ്പോട് കൂടി നോക്കി കാണുന്ന പുഴു, അതേപോലെ പാറ്റ, തേള്, പഴുതാര, പാമ്പ് ഒക്കെയാണ് ഇവിടെ വിൽക്കാൻ വെച്ചേക്കണത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു അവസ്ഥ തോന്നി. ശരിക്കും വളരെ നീറ്റായിട്ടാണ് അവരതിനെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണം എന്നുള്ളത് തന്നെ. പലതിനും പല വിലയാണ് കേട്ടോ. ഇതേ നോക്കി ഇരിക്കണ കാഴ്ച തന്നെ കാണുമ്പോൾ ഉണ്ടല്ലോ, കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കൊരു അറപ്പൊക്കെ തോന്നും. പക്ഷേ വിദേശികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് ഇതിൽ നിന്ന് കഴിക്കണത് കേട്ടോ. തായ്ലൻഡിലല്ലാണ്ട് മലേഷ്യയിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നതാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് തന്നെ ഇതേ പഴുതാരിയൊക്കെ ഇരിക്കണം നോക്കിയ പാമ്പിനെ കണ്ട, അതേപോലെ തേളിനെ കണ്ട. എൻ്റെ പൊന്നി ഒരു രക്ഷയില്ല. വണ്ട്, ഇവിടെയുള്ള കുട്ടികളും നമ്മുടെ പെണ്ണുങ്ങളും എന്തിനും ആണുങ്ങൾ പോലും ഇതൊക്കെ കണ്ട പേടിച്ച് പൂട്ടാ. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഓരോന്നിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നാട് വിട്ടേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ നമ്മുടെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനും അതുപോലെ മനസ്സിലാക്കാനും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഈ വീഡിയോ കാണുന്ന പലർക്കും പല വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. ഇങ്ങനെ ഒരു കാഴ്ച കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. പുതിയ കാഴ്ചകളായി വീണ്ടും വരൂ കേട്ടോ.